ഷാഫി പറമ്പിൽ അവർക്ക് ദൈവമൊന്നുമല്ല. ഷാഫി പറമ്പിൽ ശരിയുടെ പക്ഷത്താണെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ, ശരിയുടെ പക്ഷത്ത് അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ് മാറിയിക്കേ. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അവരുടെ MP ഷാഫി പറമ്പിലുള്ള അടക്കമുള്ള ആളുകൾ അത്തരം ഒരു ഇന്റേണൽ പ്ലേയുടെ ഭാഗമായി നിൽക്കുകയും ജനവിധിയുടെ അപ്പുറത്ത് പോയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ള പ്രശ്നമുണ്ട്. ഇന്നിപ്പോൾ ഷാഫി പറമ്പിലിന് വളരെ പൊടുന്നനെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നോർത്ത് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ നിലയ്ക്ക് നോക്കിയാൽ കമ്പാരിറ്റീവ്ലി വൈകിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇമോഷണൽ ആയിട്ടുള്ള വാചകങ്ങളൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അതിന് താഴെ മുഴുവൻ വന്ന് അദ്ദേഹത്തെ പിന്തുണച്ച ആളുകൾ അദ്ദേഹത്തെ എന്ത് പറയാണ്, നിങ്ങൾ ഈ കളിച്ച കളി മോശമാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണക്കാരായിട്ടുള്ള ആളുകൾ ഓർക്കണം, അവരെല്ലാവരും അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പറയണം. ഷാഫി പറമ്പിലിനെ പിന്തുണയ്ക്കുന്നവർ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു നടന്ന ഒരു കൂട്ടരുണ്ട്, പറഞ്ഞു നടക്കുന്നവരുണ്ട്. ഷാഫി പറമ്പിലല്ല, ഷാഫി പറമ്പിനേക്കാളും മേലെയാണ് VD സതീശൻ. ആ VD സതീശൻ എടുത്തിട്ടുള്ള സെക്യുലർ പൊസിഷൻ. അതുകൊണ്ട് ഷാഫി പറമ്പിലെ നിങ്ങളെക്കാളും ഞങ്ങൾ വാല്യൂ ചെയ്യുന്നത് VD സതീശൻ, വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്ന് പറയുന്ന മനുഷ്യനെടുത്ത് സെക്യുലർ പൊസിഷനോടെ ഞങ്ങളുടെ പ്രതിബദ്ധത. അതുകൊണ്ട് ഷാഫി എന്നുള്ള പേരോ ഷാഫിയുടെ മുഖമോ ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കമന്റിൽ കാണുകയാണ്. അതുകൊണ്ട് ആ മനുഷ്യരെ അവഹേളിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. ഷാഫി പറമ്പിൽ അവർക്ക് ദൈവമൊന്നുമല്ല. ഷാഫി പറമ്പിൽ ശരിയുടെ പക്ഷത്താണെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ, ശരിയുടെ പക്ഷത്ത് അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ് മാറിയിക്കേ. ഞങ്ങൾ ഇപ്പോൾ VD സതീശന്റെ കൂടെ. ഇനി VD സതീശൻ ശരിയുടെ പക്ഷത്ത് അല്ലെങ്കിൽ അദ്ദേഹവും മാറി നിൽക്കുക എന്ന് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ ഉറപ്പുള്ള മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു. ആ രാഷ്ട്രീയ ഉറപ്പുള്ള മനുഷ്യന്മാരോട് എൻഗേജ് ചെയ്യുമ്പോൾ എന്തായിരിക്കും രാഷ്ട്രീയ ഉറപ്പില്ലാത്തവർ നേരിടുന്ന പ്രശ്നം എന്നാണ് ഇപ്പൊ ഷാഫി നേരിടുന്ന പ്രശ്നം നമ്മൾ കാണുന്നത്. ഷാഫി പറമ്പിൽ ദൈവമൊന്നുമല്ല, ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ആ ഒരു ദൈവത്തിന് തുല്യം കണ്ട കുറെ ജനങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ തന്നെ ജനങ്ങളോടുള്ള ഒരു സമീപനം, ജനങ്ങളോടുള്ള ഒരു സൗഹൃദം. പക്ഷെ ആ ജനങ്ങൾ ഇന്ന് അദ്ദേഹത്തിനെ വെറുക്കുകയാണ്. കാരണം സത്യത്തിന്റെ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒത്തിരി ജനങ്ങളുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം അതിനെതിരെയാണ്. ഗ്രൂപ്പ് കളിക്കുകയും നമ്മുടെ VD സതീശൻ സാറിനെതിരായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജനം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം അതാണ്. അപ്പോൾ നമ്മൾ ജനങ്ങൾ ഒരുപാട് വിഡ്ഢികളാക്കാതിരിക്കുക. ഞാൻ ഷാഫി പറമ്പിലിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കുറേ വീഡിയോകൾ കിട്ടുള്ളതാണ്. വളരെയധികം വിഷമമുണ്ട്. കാരണം ഇങ്ങനൊരു നിലപാട് എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ VD സതീശൻ സാറ് മുഖ്യമന്ത്രി ആയതിൽ, CM ആയതിൽ. അദ്ദേഹം തന്നെ വരണം എന്നുള്ളതാണ് ഒരുപാട് ജനങ്ങളുടെ ഒരു അഭിപ്രായം തന്നെയാണ്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒരു പക്വതായൊരു നേതാവ്, എഡ്യൂക്കേറ്റഡ് ആണ്. അതാണ് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം. അല്ലാണ്ട് ഒരാൾ എഴുതി കൊടുത്ത അല്ലെങ്കിൽ വേറൊരാളുടെ ചിന്തയിൽ വന്ന കാര്യങ്ങൾ എഴുതി കൊടുത്തത് ജനങ്ങളോട് സംസാരിക്കുന്നൊരു CM-നേക്കാളും നല്ലത് സ്വന്തമായി ചിന്തിക്കുകയും അതിനെതിരെ അഭിപ്രായങ്ങളും പറയുകയും ചെയ്യുന്നൊരു CM-നെയാണ് നമുക്കൊക്കെ വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കേൾക്കാനായിട്ടുള്ളൊരു സമീപനവും സമയവും നൽകുന്നൊരു CM-നെയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു